കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ വല്ലാത്ത വെപ്രാളത്തിലാണ് ബി.ജെ.പി. അതിന്റെ ഫലമായിട്ടാണ് ഇത്തരം അവകാശവാദവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം പ്രധാനമായും ആരോപിക്കുന്നത്. യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് ഇപ്പോഴാണ് ബി.ജെ.പി. എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷം പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. കന്യാസ്ത്രീകളുടെ ബന്ധുക്കളടക്കം വ്യക്തമാക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഏതു രീതിയിലുള്ള ഇടപെടലാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ നടത്തിയത് എന്നുള്ളത് സഭാ നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും ഇത്തരത്തിൽ ബി.ജെ.പി. സർക്കാരിനെ ഈ വിഷയവുമായി ചേർത്ത് കൂട്ടിക്കെട്ടി ഒരു സാമുദായിക ധ്രുവീകരണം നൽകുന്നതിന് വേണ്ടി ഇവർ ശ്രമിക്കുന്നത്? ശരിക്കും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ചേർന്ന് നടത്തിയ ഒരു കോമഡി നാടകം അവസാന സീനിൽ പൊളിയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ കണ്ടത്. ഇതിൽ 3 കൂട്ടരാണ് ഉള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പിന്നെ ഇവിടുത്തെ ജിഹാദികളും. ജിഹാദികൾക്ക് മറ്റൊരു ലക്ഷ്യമായിരുന്നു. അവർ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവർ നടത്തിയ നാടകം പൊളിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ക്രിസ്ത്യാനികൾ ബി.ജെ.പിയോട് അടുക്കുന്നു എന്നുള്ളതിലെ അസഹ്യതയും വെപ്രാളവുമാണ് ഇത്തരത്തിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കുവാൻ വേണ്ടിയിട്ട് കെ.സി. വേണുഗോപാലിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന കാര്യങ്ങളാണ് കേരളത്തിലും ഛത്തീസ്ഗഡിലുമായിട്ട് കണ്ടത്. ഇതിൽ സഭാ നേതൃത്വത്തിലെ ചിലർ ഈ കോൺഗ്രസിന്റെ കെണിയിൽ വീണു. അവർക്ക് ഇപ്പോൾ പലർക്കും സത്യം മനസ്സിലായി. അവർ മാറ്റി പ്രതികരിച്ചിരിക്കുന്നു. ഇവിടെ ഷോൺ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സഭാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടാണ്, KCBC ആവശ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടതെന്ന്. അതുപോലെ തന്നെ ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ ഒപ്പം നിർത്തിക്കൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു, CBCI ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടത്. അപ്പോ KCBCയും CBCIയും സംസ്ഥാന ബി.ജെ.പി. നേതൃത്വത്തോട് ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു. അല്ലാതെ KPCCയോടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് CPM-നോടോ അവർ ഈ സഭാ നേതൃത്വങ്ങളൊന്നും ആവശ്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ അവർ ആവശ്യപ്പെട്ടത് ആ ആവശ്യം സ്വീകരിക്കുകയും അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ഒരു പ്രതിനിധിയെ ഛത്തീസ്ഗഡിലേക്ക് അനൂപ് ആന്റണിയെ അയക്കുകയും ചെയ്തു. ശരിക്കും ഈ വിഷയത്തിൽ കേരളത്തിൽ നിന്ന് ആദ്യം ശക്തമായ ഒരു ഇടപെടൽ നടത്തുന്നത് 30-ാം തീയതി ശ്രീ സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ ഈ വിഷയത്തിൽ കാണുകയും അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ നേരിട്ട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിരിക്കുക. അതിനുശേഷമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖറും പ്രതിപക്ഷ MP-മാരും എല്ലാം പ്രധാനമന്ത്രിയെ കാണുന്നത്. സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ PM-ന്റെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ സുരേഷ് ഗോപി റാഫേൽ തട്ടിൽ പിതാവിനെ വിളിച്ച് താൻ ഇടപെട്ട കാര്യവും പ്രധാനമന്ത്രി അതിൽ തീർച്ചയായിട്ടും വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് തമ്പ് സിഗ്നൽ സുരേഷ് ഗോപിയോട് PM കാണിച്ചു എന്നാണ് പറഞ്ഞത്. ആ വിവരങ്ങളെല്ലാം തട്ടിൽ പിതാവിനെ അറിയിക്കുകയും ചെയ്തു. പക്ഷെ എന്നാൽ തന്നെയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് സഹായം അഭ്യർത്ഥിച്ചിട്ട് അവർ അതിൽ എന്ത് ചെയ്യുന്നു, അവർ അതിൽ വിജയിക്കുകയാണോ പരാജയപ്പെടുവാണോ, തങ്ങളുടെ കന്യാസ്ത്രീകൾ വീണ്ടും അഴിക്കുള്ളിൽ തന്നെ തുടരുകയാണോ എന്നുള്ളത് അറിയുന്നതിന് മുമ്പായിട്ട് അവരിൽ ചിലരെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഇവിടെ കോൺഗ്രസ് നടത്തിയ ഈ പൊറോട്ട് നാടകം തന്നെയാണ് പ്രധാനമായിട്ടും ഇത് ജാമ്യം കിട്ടാനുള്ള താമസം ഉണ്ടാക്കിയതിന്റെ പ്രധാന കാരണം. അവിടുത്തെ ജനവികാരം എന്ന് പറയുന്നത് കന്യാസ്ത്രീകൾക്കും കേരളത്തിലും എതിരാക്കി മാറ്റിയത് ഇവർ ആ ഛത്തീസ്ഗഡിൽ ജയിലിലും കോടതി പരിസരങ്ങളിലുമായി ഇവിടുത്തെ മാധ്യമ പടയും ഇവിടുത്തെ ഈ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയക്കാരും കൂടെ നടത്തിയ നാടകങ്ങളാണ്. ഇതിനകത്ത് മറ്റൊരു കൂട്ടർ വിജയിച്ചു എന്ന് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ മതമൗലികവാദികളാണ്. അവർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതിൽ നിന്ന് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ മുക്കുന്നത് ലാഭം എന്നതൊന്നും മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ ഈ മതമൗലികവാദികളുമായിട്ട് ചേർന്ന് ഇവിടെ ഉണ്ടാക്കി വെച്ചത് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഈ ഭാരതത്തിൽ മൊത്തം ഈ വിഷയം ചർച്ചയാക്കി. ഭാരതത്തിലുള്ള എല്ലാ സ്റ്റേറ്റുകളിലുമുള്ള ഹൈന്ദവ സംഘടനകളെ ഈ വിഷയത്തിൽ ജാഗരൂകരാക്കി. ക്രിസ്ത്യാനികളെ മൊത്തത്തിൽ തെറ്റുകാരും മതപരിവർത്തകരുമാക്കി മാറ്റിക്കൊണ്ട് ഹിന്ദു സമുദായത്തിൽ നിന്നും അടർത്തി ഒരു ശത്രുക്കളെ പോലെ മാറ്റി ഒറ്റപ്പെടുത്താനും തെറ്റുകാരാക്കി മാറ്റാനും സാധിച്ചു. ഇതിന്റെ അലയൊലികൾ ഭാവിയിൽ ഭാരതത്തിന്റെ പല ഭാഗത്തും അനുഭവിക്കേണ്ടതായി വരും. ഇതിന് കാരണക്കാർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇടതുപക്ഷവും ഇവിടുത്തെ കോൺഗ്രസുമാണ്. ഇവിടുത്തെ മതമൗലികവാദികൾക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ കൃത്യമായും
പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് അവിടെ NIA കോടതിയിൽ അവർ ഒരു സാധാരണ പ്രോസിക്യൂട്ടർ എന്താണോ നടത്തേണ്ട ഇടപെടൽ അത് മാത്രമേ നടത്തിയിട്ടുള്ളൂ. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കന്യാസ്ത്രീകൾ തുടരേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് പ്രോസിക്യൂഷൻ എടുത്തത്. ഇവരെ ഫർദർ ആയിട്ട് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോലീസിന്റെ കസ്റ്റഡിയിൽ വേണ്ട എന്നുള്ള കസ്റ്റഡിയിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നും പ്രോസിക്യൂഷൻ അവിടെ പറയുകയുണ്ടായി. അതിന്റെ അർത്ഥത്തിൽ പിന്നീട് അവരെ ജയിലിൽ വെക്കേണ്ടതായ ഒരു ആവശ്യമില്ല. അതുകൊണ്ടാണ് അവർക്ക് ഇന്ന് ജാമ്യം ലഭിച്ചത്. ഇത് 3 ദിവസങ്ങൾക്ക് മുൻപ് ലഭിക്കേണ്ടതായിരുന്നു. പിന്നെ ആദ്യഘട്ടത്തിലെ ജാമ്യം നിഷേധിച്ചെന്തുകൊണ്ട് അസ്കർ ചോദിക്കുകയുണ്ടായി, ആരാണ് ആ വനിതയായിട്ടുള്ള സിനി എന്ന് പറയുന്ന അഡ്വക്കേറ്റിനെ നിയമിച്ചത്? ഒരു CBCIക്ക് ഇവിടെ പണമില്ലേ? അഭിഭാഷകരില്ലേ? KCBCക്ക് ഇല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ആരാണ് സിനി എന്ന് പറയുന്ന അവിടെ ഒരു അട്ടിമറി തന്നെയാണ് നടന്നത്? അത് ഇവർക്ക് തുറന്നു പറയാൻ അവിടെയുള്ള BJPയുടെ ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ അഭിഭാഷകയെ വെച്ചത് CBCI നേതൃത്വം അറിഞ്ഞിട്ടല്ല, അവിടുത്തെ ചണ്ഡീഗഡ് രൂപത അറിഞ്ഞിട്ടല്ല, ഈ സന്യാസ സമൂഹത്തിന്റെ മേലധികാരി അറിഞ്ഞിട്ടല്ല. പക്ഷെ ആരാണ് അവരെ നിയോഗിച്ചത്? അത് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഈ മാതാപിതാക്കളുടെയും മൊഴികൾ അവിടെ റെക്കോർഡ്സ് ആയിട്ട് എത്തുന്നതിന് മുമ്പാണ് അവിടെ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി ശ്രമിച്ചത്, അല്ലെ? തീർച്ചയായിട്ടും സെഷൻസ് കോടതിയിൽ ജാമ്യം ലഭിക്കേണ്ടതായിരുന്നു. അവിടുത്തെ ഇവിടുന്ന് പോയ മാധ്യമപ്പടയും ഇവിടുത്തെ ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കോമാളികളും കൂടെ ചേർന്ന് അവിടെ ഉണ്ടാക്കി അവിടുത്തെ ലോക്കൽ മാധ്യമങ്ങളിൽ ഈ പാർലമെന്റിൽ നടന്ന കാര്യങ്ങളും എല്ലാം കൂടെ വാർത്തയായി. അവിടെ മൊത്തത്തിൽ ഒരു ആന്റി ക്രിസ്ത്യൻ, ഒരു ആന്റി കേരള ഒരു അറ്റ്മോസ്ഫിയർ രൂപപ്പെട്ടു. അവിടുത്തെ ലോക്കൽ മാധ്യമങ്ങളെല്ലാം അവിടുത്തെ ഇതിൽ. അതുകൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ ഇപ്പൊ ഇവിടുന്ന് പോയായിരുന്നല്ലോ സണ്ണി ജോസഫൊക്കെ, ഏതെങ്കിലും ഒരു അവിടുത്തെ ഛത്തീസ്ഗഡിന്റെ ഏത് കോൺഗ്രസ് നേതാവ് കൂടെ പോകാൻ തയ്യാറായോ? ഇല്ലല്ലോ. ഒരു വാക്ക് അതിൽ ഇദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന്റെ ആള് പറയുകയുണ്ടായി, അവിടുത്തെ PCC അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. എന്തു പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്? ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് മതപരിവർത്തന നിയമം ഒന്നുകൂടെ കടുപ്പിക്കണം, അതിനെ ഞങ്ങൾ ഗവൺമെന്റിന് തടഞ്ഞിട്ടില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. പിന്നെ അസ്കർ പറഞ്ഞ മറ്റൊരു കണക്കുണ്ട്, അതും തെറ്റാണ്. അസ്കർ പറഞ്ഞത് ഒരു വർഷത്തിൽ 4000, കഴിഞ്ഞ വർഷം 4000-ലേറെ ക്രിസ്ത്യൻ പീഡനങ്ങൾ നടന്നു. നിങ്ങൾ ഏത് കണക്കിനെ ഉദ്ധരിച്ചാണ് പറയുന്നത്? ഒന്ന് അസ്കറിനെ വെളിപ്പെടുത്താം. അസ്കർ ഉദ്ധരിക്കുന്ന കണക്ക് എന്ന് പറയുന്നത് ജോൺ ദയാൽ എന്ന് പറയുന്ന ഒരു സഭയുമായി ബന്ധമില്ലാത്ത അർബൻ നെക്സൽ മൗലികവാദിക സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന KC മൈക്കിൾ, ജോൺ ദയാൽ, ഇവരുടെ ഉടമസ്ഥതയിലുള്ള യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ടോൾ ഫ്രീ നമ്പറിൽ വന്നിട്ടുള്ള പരാതികളുടെ കണക്കാണ് ആ പറയുന്നത്. അല്ലാതെ ഇന്ത്യയിൽ മതപരിവർത്തനത്തിന്റെ പേരിൽ അല്ലെ ക്രിസ്ത്യൻ മിഷണറിക്കെതിരെയുള്ള അക്രമങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള FIRകളുടെ കണക്കല്ല. നിങ്ങൾ മനഃപൂർവ്വം കേരളത്തിലെ ക്രിസ്ത്യാനികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആ കണക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ടോൾ ഫ്രീ നമ്പറിലല്ല വിളിക്കേണ്ടത്. ആദിവാസിക്കായാലും സാധാരണക്കാരായാലും പരാതി ഉണ്ടെങ്കിൽ പോലീസിനെയാണ് സമീപിക്കേണ്ടത്. അപ്പൊ പിന്നെ ടോൾ ഫ്രീ നമ്പറിലെ കണക്കുകൾ ഉദ്ധരിച്ച് നിങ്ങൾ ക്രിസ്ത്യാനികളെ പൊട്ടന്മാരാക്കുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ RPFന്റെ കാര്യം ചോദിച്ചല്ലോ. 2022 തൃശ്ശൂരിൽ വന്നിറങ്ങിയ പെൺകുട്ടികളുടെ കാര്യത്തിൽ ആ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയും 4 ദിവസം റിമാൻഡ് ചെയ്ത് 5-ാം ദിവസമല്ലേ ജാമ്യം കൊടുത്തത്. അപ്പോൾ അസ്കർ എന്താണ് പറഞ്ഞത്? അത് RPF അല്ലേ, അത് കേന്ദ്രത്തിന്റെ ഇതിലുള്ള. നിങ്ങൾ അതിനെ എതിർത്തോ? നിങ്ങൾ അന്ന് ഇതുപോലൊരു പ്രകടനം തൃശ്ശൂർ റെയിൽവേ പോലീസിന്റെ സ്റ്റേഷന്റെ മുന്നിൽ നിങ്ങൾ നടത്തിയോ? കോൺഗ്രസ് എതിർത്തോ? അന്ന് നിങ്ങൾ ആരും എതിർത്തില്ലല്ലോ. എന്തുകൊണ്ടാണ്? ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. അതായത് മനസ്സിലാക്കുന്നത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ചുമതല, അതായത് അതത് സംസ്ഥാനങ്ങളിൽ നമ്മുടെ അഡീഷണൽ DGPമാർക്കാണ് എന്നുള്ളതാണ്. ഏതാണ് സംസ്ഥാനം എന്നുള്ളത് അവരുടെ അഡീഷണൽ DGPമാരാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ചുമതല വഹിക്കുന്നത്. ലോ ആൻഡ് ഓർഡർ അവരാണ് വഹിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ എന്നെ തടസ്സപ്പെടുത്തുക പരിപാടിയാണ്. അതല്ല, ഞാൻ അങ്ങ് വഴങ്ങുമെങ്കിൽ ഒരു കാര്യം മാത്രം ക്ലാരിഫൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് കയറിയില്ല. ഇനി താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ തിരിച്ചടക്കിയോ? രോഹിണി, ആരുടെ കീഴിലും ആയിക്കോട്ടെ അസ്കറിന്റെ പാർട്ടി അതിനെതിരെ അവിടെ പ്രതിഷേധിച്ചോ? ഇല്ല. കോൺഗ്രസ് പ്രതിഷേധിച്ചോ? ഇല്ല. അസ്കർ ക്രിസ്തുവിന്റെ മണമാട്ടിമാർക്കെതിരെ വളരെ സ്നേഹത്തോടെ പറയുന്ന കേട്ടല്ലോ. അവർ ക്രിസ്തുവിനെയാണ് ജയിലിൽ അടച്ചെന്ന്. ഈ പറയുന്ന ക്രിസ്തുവിന്റെ മണമാട്ടിയെ കഴിഞ്ഞ ജൂൺ 30-ാം തീയതി കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ സ്കൂളിന്റെ പ്രിൻസിപ്പലിന്റെ ഓഫീസ് റൂമിൽ ഇതേ പറയുന്ന ക്രിസ്തുവിന്റെ മണമാട്ടിയായിട്ടുള്ള കന്യാസ്ത്രീയെ തടഞ്ഞു വെച്ച് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരും കൂടെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാർട്ടി അവിടെ ഉണ്ടായിരുന്നല്ലോ. വളഞ്ഞു വെച്ച് തെറി പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് ID കാർഡ് പിൻവലിച്ചു. നിങ്ങളുടെ സർക്കാർ കേസെടുത്തോ? ഇല്ലല്ലോ. അതിന് 4 മാസം മുമ്പ് കണ്ണൂരിലെ ചെമ്പൻതൊട്ടിയിൽ സെന്റ് ജോർജ് ഫറോന ദേവാലയത്തിൽ ഉപജില്ലാ റവന്യൂ കലോത്സവം നടക്കുമ്പോൾ
ഒരു SDPI പ്രവർത്തകനായ അധ്യാപകനും 12 മുസ്ലിം വിദ്യാർത്ഥികളും കൂടെ നിസ്കരിക്കാൻ സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞ് അവിടുത്തെ കന്യാസ്ത്രീയുടെ കോമ്പൗണ്ടിൽ ചെന്നു, അവരുടെ കോൺവെന്റിൽ ചെന്നു. അവിടെ ചെന്ന് കന്യസിക്കാൻ ഇടം കൊടുക്കാത്തതിന്റെ പേരിൽ പച്ച തെറി പറയുകയും അവിടെ ഉണ്ടായിരുന്ന പൂച്ചട്ടികൾ ചവിട്ടി തെറിപ്പിക്കുകയും ചെയ്തു. ഗത്യന്തരമില്ലാതെ കന്യാസ്ത്രീമാർ പോലീസിനെ വിളിച്ചു വരുത്തിയിട്ടാണ് ആ അധ്യാപകനെയും വിദ്യാർത്ഥികളെയും പുറത്തിറക്കിയത്. അതിന്റെ പ്രതിഷേധം എന്നോണം അന്ന് ആ പള്ളിയിലിരുന്ന കുമ്പസാരക്കൂട്ടിലെ വിശുദ്ധ ഖുർആനെടുത്ത് കക്കൂസിലിട്ട് വെള്ളമൊഴിച്ചു. പ്രതികരിച്ചോ? നിങ്ങൾ കേസെടുത്തോ? ക്രിസ്തുവിന്റെ മണവാട്ടിമാരെ തെറി പറഞ്ഞിട്ട് അവരുടെ കയറി പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇവിടെ പൊട്ടന്മാരാക്കുകയാണ്. നിങ്ങൾക്ക് പുറത്തുള്ള വിഷയങ്ങളാണ് നിങ്ങളുടെ ഹിജാബിന്റെ പേരിൽ ഏതൊക്കെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ കയറി കന്യാസ്ത്രീകളെ ഭീഷണിപ്പെടുത്തി അല്ലെ? ഒരു വീട്ടിൽ നിന്നും കറുത്ത വസ്ത്രം ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ 2 കുട്ടികൾ പർദ്ദ ഇട്ടുകൊണ്ട് വന്നു. അവരെ വെച്ച് ഒരു കുട്ടികളുടെ ഒരു റാലി നടത്തിയതിന്റെ പേരിലാണ് പ്രിൻസിപ്പളായ കന്യാസ്ത്രീയെയും മാനേജരച്ചനായ വൈദികനെയും തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തി തെറി പറഞ്ഞ് മാപ്പ് പറയിക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. നിങ്ങൾ കേസെടുത്തോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിലെ ക്രിസ്ത്യാനികളോട് ഭയങ്കര സ്നേഹമാണ്, കേരളത്തിന് പുറത്ത്. പക്ഷെ കേരളത്തിൽ നിങ്ങൾക്ക് സ്നേഹമില്ല. നിങ്ങളുടെ ഇരട്ടത്താപ്പാണിത്. നിങ്ങളുടെ വോട്ട് നിങ്ങളെ ക്രിസ്ത്യാനികളെ പൊട്ടന്മാരാക്കി വീണ്ടും രാഷ്ട്രീയ അടിമകളാക്കിയതാണുള്ള നിങ്ങളുടെ തന്ത്രമാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ഒരു റോളുമില്ല. നിങ്ങൾ ലഡ്ഡു കൊടുത്തത് വെറുതെയാണ്. നിങ്ങൾ അവിടെ പോയി 3 ദിവസം മുമ്പ് കിട്ടാമായിരുന്ന ജാമ്യത്തെ ഇല്ലാതാക്കുകയാണ് നിങ്ങൾ ചെയ്തത്. അതെ, ഇവിടെ ശരിക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ഇവിടെ ആ കന്യാസ്ത്രീകൾക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ശരി, എന്തായാലും ഇത്തരത്തിൽ ആരാണ് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് എന്നുള്ളത് വ്യക്തമാകുന്ന ഒരു കാഴ്ച തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. അതുതന്നെയാണ് സഭാ നേതൃത്വവും ഈ കന്യാസ്ത്രീകളുടെ ബന്ധുക്കളടക്കവും വ്യക്തമാക്കിയത്.